നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളൊരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് നമ്മളെ ഒന്ന് ഒരുക്കിപ്പിച്ചാൽ അല്ലെ മേക്കപ്പ് ചെയ്യിപ്പിച്ചെന്നാലും അവരെ കൊണ്ട് സാരിയൊക്കെ ഉടുപ്പിച്ചാൽ മാത്രമേ നമ്മൾ സുന്ദരിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഭംഗിയാവുകയുള്ളൂ എന്നല്ലേ. എനിക്കും അങ്ങനത്തെ ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ ഞാൻ മിസ്സസ് ഇന്ത്യ വിന്നർ ആയതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇട്ടതിന്റെ കാരണം ആർക്കെങ്കിലും അങ്ങനെ ഒരു പാജന്റിന് പോകണമെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ അതൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ മിസ്സസ് ഇന്ത്യ 2025 വിന്നർ ആയിട്ട് വന്നു. ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് കേട്ടോ. ആ സന്തോഷത്തോടൊപ്പം എനിക്കൊരു ചെറിയൊരു ദുഃഖവും ഉണ്ടായി. ദുഃഖം ഉണ്ടായെന്ന് പറയുന്നത് ഒരു അമളി പറ്റിയതിനെ കുറിച്ചുള്ള ഒരു ദുഃഖമാണ് ഉണ്ടായത്. അതും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഉപകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്ന് കരുതി കൂടി പറയുകയാണ്. എന്റെ മേക്കപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒലേ ടോട്ടൽ ഇഫക്റ്റും പിന്നെ ഒരു മേബിലിന്റെ ഒരു ലിപ്സ്റ്റിക്കുമാണ് എന്റെ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ. അല്ലാതെ ഇച്ചിരി മോയ്സ്ചറൈസറും ഒക്കെ ചെയ്യും, മുഖത്ത് തേക്കും, അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബ്യൂട്ടി പേജിനൊക്കെ പോകുമ്പോൾ ശരിക്കും ഒന്ന് നല്ലപോലെ പുട്ടിയടിച്ച് കൺസീലറോ ഫൗണ്ടേഷനോ ഇതൊക്കെ ഇട്ട് വേണം മേക്കപ്പ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മേക്കപ്പ് ഇട്ട് പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ചു. കൂടാതെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, അയ്യോ ആൻറ്റി അങ്ങനെയല്ല, കണിശമായിട്ടും നല്ലൊരു ബ്യൂട്ടീഷ്യനെ വേണം, നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേണം പോകാൻ. നമ്മൾ കണ്ടിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ ആളുകളെ കംപ്ലീറ്റ് ആയിട്ടും മാറിപ്പോയിട്ടുള്ളത് ഇല്ലേ. ചിലരെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് മേക്ക് ഓവർ ചെയ്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെന്ന് തോന്നത്തില്ല, അത്രയ്ക്കും ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ശരിക്കും അതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങി വരണമെന്ന്. കൂടാതെ വേറൊരു ഇൻസിഡൻസ് കൂടെ ഉണ്ട്. ഞാൻ മഴവിൽ മനോരമയുടെ ഉടൻപണം ചാപ്റ്റർ 4 കോമ്പീറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ മഴവില്ലിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ ശരിക്കും ഒരുക്കി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുക്കി കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ അന്താളിച്ചു പോയി, അയ്യോ ഇത് ഞാനാണോന്ന്. എന്റെ ആ മേക്ക് ഓവർ കണ്ട് എന്റെ ആ സൗന്ദര്യം വർദ്ധിച്ചത് കണ്ടിട്ട് എന്റെ സിസ്റ്റർ എന്റെ കൂടെ ഒന്ന് ഫോട്ടോ പോലും എടുത്തില്ല. ഞാനങ്ങ് നിൽക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ ഒറ്റപ്പോക്ക് പോയി. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അതിനകത്ത് വ്യത്യാസം കണ്ടുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഏതായാലും ബ്യൂട്ടി പേജന്റിന് പോവുകയാണെ അതോ നോർത്ത് ഇന്ത്യയിലാണേ, അവിടെയുള്ളവരെല്ലാവരും നല്ല വെളുത്ത് ചുമന്നോ മേക്കപ്പിനൊക്കെ ഒന്നാം തരം ആൾക്കാരാണ്. അപ്പം നമുക്കിനി മേക്കപ്പ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് പിന്തള്ളപ്പെടണ്ടല്ലോ എന്നും വെച്ചുകൊണ്ട് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കൊണ്ട് പോയി. രൂപ മുടക്കിയാണ് ഒരു കുട്ടിയെ 4 ദിവസത്തേന് എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്. മെയിനായിട്ട് എന്നെ ഒരുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു തരണം. കാരണം എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നിന്ന് ഓടിയും ചാടിയും മറിഞ്ഞു ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ഒന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. എൻ്റെ 2 ഐഫോണിൻ്റെ പാസ്വേഡ് പോലും ആ കുട്ടിക്ക് കൊടുത്തതാണ്, നീ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും നടന്നില്ലെന്നുള്ളതാണ്. എന്നെ ഒരുക്കിയതും ശരിയായില്ല, അതുപോലെ എൻ്റെ ഒരു ഫോട്ടോയും എടുത്തു തന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ആ സമയത്ത് എൻ്റെ കണ്ണട എടുത്ത് മാറ്റിയതിനാൽ എനിക്ക് ശരിക്കും എന്നെ ഒരുക്കി കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ പോലെ ഇരുന്നു ഓക്കെ എന്നുള്ളതാണ് ഞാൻ. എൻ്റെ അല്ലാതെ ശരിക്കും ആ ഫീച്ചേഴ്സൊക്കെ നോക്കാനായിട്ടോ. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാളെ അങ്ങ് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് വിശ്വസിക്കും. ഞാൻ ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യും എന്നുള്ള വിചാരിച്ചങ്ങ് ഏൽപ്പിച്ചും പോയി കേട്ടോ. അവസാനം ഫോട്ടോ ഒക്കെ എടുത്തു വന്നപ്പോഴാണ് എന്തോ ഒരു ഇതാണെന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. അത് തന്നെയല്ല, ഓരോ റൗണ്ടിലും ആ കുട്ടി എന്നെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. പാട്ട് പാടിയിട്ടൊന്ന് പാടിച്ച് കേൾപ്പിച്ചപ്പോൾ ആ കുട്ടിക്ക് ആ പാട്ട് അറിയാവുന്ന പോലും തന്നെ അറിയത്തില്ല. എന്നോട് പറഞ്ഞു ശരിയായില്ല. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടത് ശരിയായില്ല. പുള്ളി പുറത്തൂടെ എല്ലാം ഇങ്ങനെ അങ്ങ് വരച്ചു വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അകത്തൂടെ അത് കറക്റ്റായിട്ട് ലിപ്സിന്റെ ഇതിൽ വരയ്ക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഉടനെ പുള്ളിക്കാരത്തിയുടെ മുഖഭാവവും മാറി, എല്ലാം മാറി. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ആ കുട്ടി എനിക്ക് തന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഒരു ഭയങ്കര ഒരു പാഴ്ചെലവ് രൂപ ഞാൻ പാഴ്ചെലവ് നടത്തിയതാണ്. ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് പോയിട്ട് എനിക്ക് കിട്ടി. നമ്മളെ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഒന്നിനും അത് മുതിർന്നില്ലെന്നുള്ളതാണ് ഭയങ്കര ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്നാ പറയാനുള്ളതെന്ന് അറിയാമോ, നിങ്ങളിപ്പം ബ്യൂട്ടി പേജന്റിന് പോകുന്നവരാരും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യനെ കൊണ്ട് പോവുകയേ ചെയ്യരുത്. കാരണം ഈ പേജന്റിനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ശരിക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാർ വേണം. അവർക്ക് അറിയാവുള്ള ശരിക്കും നമ്മളെ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ളത്.
അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ ആ ഫിനാലയുടെ ഒക്കെ ആ ഫോട്ടോസും അതിനകത്തുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടെന്നാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം എൻ്റെ മേക്കപ്പ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് പോയേക്കരുത് കേട്ടോ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോകാം. ഇല്ലെങ്കിൽ എല്ലാവരും കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചിരിക്കണം. സ്ത്രീകളാണോ പെൺകുട്ടികളാണോ കണിശമായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. മേക്കപ്പിന്റെ സ്റ്റെപ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി ആർക്കും അമളി പറ്റരുത് കേട്ടോ. ബൈ.